കടകംപള്ളിയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് കെ മുരളീധരന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്കാണ്. അല്ല, അതിൻ്റെ റിസൾട്ട് പുറത്തു വരണമല്ലോ. ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഉടനെ തൃപ്തി എന്ന് പറയാൻ പറ്റില്ല. റിസൾട്ട് വന്നാലേ പറയാൻ പറ്റും. റിസൾട്ട് വരട്ടെ. എന്താണ് അന്വേഷിച്ചതിൻ്റെ ഇപ്പോൾ പ്രശാന്തിനെയും ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ചോദ്യം ചെയ്യലും അതിനൊരു സുതാര്യത ഉണ്ടാവണം. അങ്ങനെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളല്ല ഓരോ വിഷയത്തിലും. ഇപ്പം മുമ്പ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് പരാതി വന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ, ആ വിഷയമാണ് എൻ്റെ ഓർമ്മ, 98-ലോ 99-ലോ മറ്റോ, അദ്ദേഹത്തിനെ 3 മണിക്കൂറാണ് തുടർച്ചയായിട്ട് ഗസ്റ്റ് ഹൗസിൽ അന്ന് ചോദ്യം ചെയ്തത്. എല്ലാ മാധ്യമങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് മുൻ മുഖ്യമന്ത്രിയോട് കാണിക്കാത്ത ഒരു സൗജന്യം കടകംപള്ളിയോട് കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഏതായാലും അന്വേഷണത്തിൻ്റെ റിസൾട്ട് പുറത്തു വരട്ടെ. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാവുമെന്നും പറയാൻ കഴിയില്ലല്ലോ. ഇതെല്ലാം അന്വേഷിക്കട്ടെ. ഇപ്പോൾ കോടതി 1-2 തവണ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോഴാണ് മനസ്സില്ലാ മനസ്സോടെ ചോദ്യം ചെയ്യലിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയിട്ടുള്ളത്. പിന്നെ അവരെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു, അവർക്ക് ചില പരിമിതികളുണ്ട്. കാരണം അവർ പിണറായിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഈ വിഷയത്തിൽ അവർക്ക് കോടതി സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിലും ഇതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് റോളുണ്ടല്ലോ, ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള. അപ്പം അതുകൊണ്ട് ഭാവിയിൽ ദോഷം ഉണ്ടാക്കും എന്നുള്ളൊരു ഭയം സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റ് ഏജൻസികൾ വേണമെന്ന് പറയാൻ കാരണം. ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഏതായാലും ഇത്രയും വരെ എത്തിയല്ലോ, അന്വേഷണം നടക്കട്ടെ. പക്ഷേ പത്മകുമാറിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരംഗത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ശ്രീ ശങ്കർദാസിനെ ഇതുവരെയായിട്ട് ചോദ്യം ചെയ്തതായിട്ട് അറിവില്ല. അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ പിതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മാത്രം ഒരു എക്സംഷൻ കൊടുത്തിട്ടുള്ളതിൻ്റെ കാരണവും മനസ്സിലായിട്ടില്ല അതുവരെ. ഏതായാലും ഇത്രയും എത്തിയത് ഹൈക്കോടതിയുടെ മേൽനോട്ടുള്ളത് കൊണ്ട് മാത്രം.